കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അഹാനകൃഷ്ണയുടെയും കുടുംബത്തിന്റെയും ഇടയിൽ അവരുടെ ഫാമിലിയിൽ ഇടയിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ കസിനായ തൻവി, അഹാനകൃഷ്ണയുടെ അമ്മയുടെ അനിയത്തിയുടെ മകളായ തൻവി യൂട്യൂബിലൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൻവി അത് ഓപ്പൺ ആയിട്ട് അഹാനകൃഷ്ണയുടെ പേരും ഫാമിലിയും എടുത്തിടാതെ തന്നെ ഒരു ഇൻഡയറക്റ്റ് വേയിലൂടെ തന്റെ അമ്മൂമ്മയെ അവിടെ ആരും നോക്കുന്നില്ല, അഹാനകൃഷ്ണയും ഫാമിലിയും തന്റെ അമ്മൂമ്മയെ നോക്കുന്നില്ല, അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം ഇവരാരും തന്റെ അമ്മൂമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ അവിടുത്തെ തനിക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഹൈലി സെക്യൂർ ആയിട്ടുള്ള ജോലിയും ഒക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് അമ്മൂമ്മയെ നോക്കാൻ വന്നു എന്നൊരു തരത്തിലാണ് തൻവി തന്റെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ തൻവി ആരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് തന്റെ അമ്മൂമ്മയെ ആരും നോക്കുന്നില്ല എന്നുള്ള രീതിയിലും തന്റെ അമ്മൂമ്മയുമായിട്ടുള്ളൊരു ഫോൺ സംഭാഷണം തൻവി വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സംഭാഷണം നമുക്കൊന്ന് കണ്ടുനോക്കാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തുണ്ട്? ഒരാള് കുഞ്ഞുമാവ് ഉറങ്ങുവാ, പിന്നെ ഇയാള് ഡേക്കാട് പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ, ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എന്നെ ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് നേരമില്ല, ഞാൻ ഒറ്റയ്ക്കായി. നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടി എടുത്തോണ്ട് വന്നു, എനിക്ക് സമാധാനമുള്ള നിൽക്കാണ് അത്. എല്ലാ മക്കളെ നല്ലൊരു അപ്പം പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരും എടുത്തില്ല. പ്രശ്നം ജോലിക്കാരാണ്, ജോലിക്ക് വരുന്ന ആൾക്കാർ ആരും നേരെ നിൽക്കുന്നില്ല, അതാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരില്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്, അത്രയ്ക്ക് വയ്യാതെ അതുകൊണ്ട് ഞാൻ വന്നിട്ട് അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മൾ രാവിലെ CPT നടക്കാൻ പോകും, ഓടാൻ പോകും. ഞാൻ എനിക്ക് അവിടെ എണീപ്പിക്കും. അല്ല നിങ്ങളെ വന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോൾ പക്ഷേ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്, നിങ്ങളെ കാണുമ്പോൾ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കും. അതൊക്കെ കുറഞ്ഞു കിട്ടും, നമ്മൾ വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ, എന്തായാലും കുഞ്ഞിനെ കാണാൻ നോക്ക്, കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മൾ വല്ലപ്പോഴും സിനിമയ്ക്ക് പോകുമ്പോൾ അമ്മൂമ്മ കമ്പി വെച്ചാൽ നിങ്ങൾക്ക് നമുക്കുള്ളത്. അമ്മൂമ്മ ഉറങ്ങിക്കോ. എനിക്ക് സ്ട്രെസ്സാണ്. എനിക്ക് സ്ട്രെസ് എന്ന് വെച്ചാൽ അമ്മക്ക് എന്തോ അപ്പം മരിച്ചതിന് ശേഷം അമ്മക്ക് എന്തെങ്കിലും പറ്റും, അമ്മ ഒറ്റയ്ക്കായി പോയി. കാരണം ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അവർ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോകും. പിന്നെ അമ്മയുടെ കുറച്ച് സാധനം അമ്മക്ക് സ്റ്റെപ്പ് ഒന്നും കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ മുമ്പേ അപ്പോൾ ഉള്ള സമയത്ത് ഒരു സാധനം കൊണ്ട് 1-2 സാധനങ്ങൾ പുതിയ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്ന തൊട്ട് മുമ്പേ താഴെ കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്ക് പുതിയ സാധനങ്ങളൊക്കെ അവരുടെ. തൻവി ഈ വീഡിയോയിലൂടെ ആരുടെയും പേര് മെൻഷൻ ചെയ്യാതെ തന്നെ തൻവി പറയുന്ന ഓരോ കാര്യങ്ങളും സിന്ധു കൃഷ്ണയുടെയും ഫാമിലിക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. അത് തൻവിയുടെ വീഡിയോയുടെ കമന്റുകളിൽ വളരെ വ്യക്തമായിരുന്നു. സിന്ധു കൃഷ്ണയ്ക്കും അഹാനകൃഷ്ണയ്ക്കും അവരുടെ ഫാമിലിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമന്റുകളൊക്കെ ഉറപ്പായിട്ടും ഇത് അഹാനകൃഷ്ണയുടെ ചെവിയിലും എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനുള്ളൊരു മറുപടിയുമായിട്ട് അഹാനകൃഷ്ണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻവി ഇത് മനഃപൂർവ്വമാണ് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ആരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ല. ഇവൻ എന്താണ് സംഭവിച്ചതെന്ന് പോലും മെൻഷൻ ചെയ്യാതെ തൻവി ഒരു സംഭവത്തെ വളരെ ന്യൂട്രൽ ആയിട്ട് അവതരിപ്പിക്കുകയാണ്, മറ്റുള്ളവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ. അപ്പം ഇതിന്റെ ഒരു പ്രതികരണവുമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആൻസറുമായിട്ട് നമ്മുടെ അഹാനകൃഷ്ണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അഹാനകൃഷ്ണ ഇതിനെതിരെ നല്ല രീതിയിൽ തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ പുള്ളിക്കാരത്തെ പറയുന്നുണ്ട്, എനിക്കിത് പ്രതികരിക്കാൻ യാതൊരുവിധ താല്പര്യവുമില്ല. എൻ്റെ വീട്ടിലെ എൻ്റെ ഫാമിലിയിൽ മാത്രമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് ഒരു കണ്ടന്റ് ആക്കി ഉപയോഗിക്കാനും അതിലൂടെ ക്യാഷ് സമ്പാദിക്കാനും ഉള്ള യാതൊരു തരത്തിലുള്ള താല്പര്യവും എനിക്കില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് വിട്ട് കളയണം, നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അച്ഛൻ പറഞ്ഞിട്ട് പോലും എൻ്റെ അമ്മയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യവുമില്ലാത്ത സത്യമല്ലാത്തൊരു കാര്യം പ്രചരിക്കുമ്പോൾ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ മാത്രം ഞാനൊരു മദർ തെരേസയല്ല എന്നുള്ള രീതിയിൽ അഹാനകൃഷ്ണ പറയുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അഹാനകൃഷ്ണ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ അമ്മൂമ്മയെ നോക്കാതിരുന്നത്. നമ്മൾ പോട്ടെ വെച്ചിട്ട് അധികം നടക്കും. പിന്നെ നമ്മൾ ബാച്ച് വൈഫ് കൂടി ഉണ്ടാവും, പോട്ടെ സാരില്ല, പ്രായത്തിന്റെ ക്യാഡ് കാണിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയി ടേക്കിംഗ് സോ മെനി കൺട്രീസ്. ഈവൻ ലാസ്റ്റ് ഡിസംബർ നമ്മൾ ദുബായ് പോയപ്പോൾ ഞാൻ അമ്മ പറയുന്നു, ഞാൻ അമ്മ ചോദിക്കണം അമ്മ ബുർജ് ഖലീഫ കാണണം ആഗ്രഹമുണ്ടോ. ഇതൊക്കെ ഇവരൊരു പഞ്ചപാവാന്ന് വിചാരിച്ചില്ല. ഇതിന് മുമ്പ് എത്രയെങ്കിലും അടികൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ലൈക്ക് സാരില്ല പോട്ടെ. പക്ഷേ ഈ ഡിസംബറിന് മുമ്പാണ് ഈ മാസ് വഴി നടക്കുന്നത്. അമ്മ ഇസ് ഓൾവേസ് പ്രോബ്ലമാറ്റിക് പേഴ്സൺ. പക്ഷേ the problematic thing in her became really bad. അപ്പം വയ്യാതെ കഴിഞ്ഞു. അപ്പം ഈ ഓഗസ്റ്റിൽ സ്ട്രോക്ക് വന്ന ശേഷം സെപ്റ്റംബറിൽ സർജറി കഴിഞ്ഞ ശേഷം he always needed home nurse. അതല്ലാതെ അപ്പം പറ്റില്ലായിരുന്നു. കാരണം അപ്പം ഷുഗർ ഉള്ള ഡെയിലി 3 പ്രാവശ്യം ഇൻസുലിൻ എടുക്കണം. അപ്പം ഒരുപാട് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പം നമ്മളോട് കള്ളം പറയും ഇൻസുലിൻ എടുത്തു. പക്ഷേ അപ്പം ഇൻസുലിൻ എടുത്തില്ല. അങ്ങനെ കുറേ ദിവസം ഹോം നഴ്സ് ഇല്ലാതെ അപ്പം ഇൻസുലിൻ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അപ്പം മറ്റേ എന്താണ് ഷുഗർ ഡൗൺ ആയി കൊളാപ്സ് ആയി ബോധമില്ലാതെ എടുക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടും അവർ റിവൈവ് ചെയ്തെടുത്ത് അവർ ഇൻസുലിൻ ബോഡി കയറിയില്ല എന്ന് പറയും. അപ്പം ഒട്ടും കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓൺ ഹിസ് ഓൺ അല്ലായിരുന്നു. ദോ ഹി തോട്ട് ഹി വാസ്. ഹി നീഡഡ് ഹോം നഴ്സ്. അങ്ങനെ അപ്പം സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിയാണ് ലൈഫ് കെയർ സതീഷ് ചെയ്ത് നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ ഇഷ്ടമല്ല. അപ്പോൾ ഹോം നഴ്സ് വീട്ടിലുള്ള പുള്ളിക്കാരി കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ് വാസ് വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഹോം നഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നഴ്സ് ഒരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേര്, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോകും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഈ ഹോം നഴ്സ് വരുന്ന ഒരാഴ്ച അപ്പം കാര്യം നോക്കിയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഹോം നഴ്സ് അമ്മേനെ എന്നെ വിളിച്ച് മെസ്സേജും വോയിസ് നോട്ട് അയച്ചു കൊടുക്കും. ഇതൊക്കെ നമ്മുടെ ഫോണുണ്ട്. എത്ര ഹോം നഴ്സുകൾ പറഞ്ഞിട്ടുണ്ടോ അപ്പം ബാവുക മാം, നമുക്ക് അപ്പനായിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തി നമ്മൾ അപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ സെപ്റ്റംബർ തൊട്ടാണ് നമ്മൾ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. കാരണം നമുക്ക് ഒരാൾ ഇത്ര വയ്യാതിരിക്കുമ്പോൾ നമുക്കാണ് അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ അടുത്താണ് എന്തോ പ്രശ്നം, അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനത്തെ മാരരോഗമായിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. എപ്പോൾ എവറി ടൈം ഈ ഗുഡ് ചെക്കപ്പ് അമ്മയുടെ ഭയങ്കര ആഗ്രഹം എന്തെങ്കിലും വലിയ രസം ഉണ്ടെങ്കിൽ ഐസിയു കിടക്കാമല്ലോ. നമ്മളെപ്പോഴും പറയാം അമ്മ പ്രാർത്ഥിച്ച് അപ്പൻ ഐസിയു നമ്മളെപ്പോഴും കോമഡി പറയാറുണ്ടായിരുന്നു. അല്ലാതെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സ്പെസിഫിക് ഒരു ഇൽനെസ്സും ഈ പറഞ്ഞ
നമ്മൾ കിട്ടുന്ന ആളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സോ അമ്മ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ അവസാനം എന്റെ അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടറിയാം. ഞാൻ 29th ജാനോ 31st ജാനോ ഞാനും അപ്പൂപ്പനും അവസാനമായിട്ട് ട്രാവലിൽ ഫുഡ് കഴിക്കാൻ ഒരു ദിവസം പറയുന്നത്. അന്ന് അപ്പൂപ്പനെ ട്രാവലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അന്ന് ഞാനും ഉണ്ട്, അപ്പൂപ്പനുണ്ട്, അർജുനുണ്ട്, സതീഷ് എന്ന് പറയുന്ന ഹോം നഴ്സ് ഉണ്ട്. അന്ന് സതീഷ് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് സതീഷ് ആയിരുന്നു സെക്കൻഡ് ലാസ്റ്റ് ഹോം നഴ്സ്, 14ാമത്തെ എങ്ങാണ്ട് ഹോം നഴ്സ്. ഞാൻ സതീഷിനെ കൂടി ഒന്ന് സോപ്പിടാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ അപ്പൂപ്പനെ ട്രാവലിൽ അഞ്ചിരിക്കും കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ഈസിലി ടോൾ സതീഷോ കാശോട്ട് സതീഷ് പോയി കഴിച്ചിട്ട് വരുന്നു. പുള്ളിനെയും കൊണ്ടുപോയി അവിടെ ഇരുത്തി ഞാൻ ഫുഡ് എല്ലാം മേടിച്ചു കൊടുത്ത ദൈവമേ, അവരൊരു ടൈപ്പ് ആണെങ്കിലും നമ്മൾ നല്ല ആൾക്കാരാണ്. ലൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, പ്ലീസ് അപ്പൂപ്പന് വിട്ടിട്ട് പോലെ നിൽക്കണമെന്ന് പുള്ളി വിചാരിച്ചോട്ടെ എന്ന് വെച്ചാണ് അന്ന് പുള്ളിക്കാരനെ കൊണ്ട് ഫുഡ് മേടിച്ച് എല്ലാം കൊടുത്ത് ഡെസേർട്ടും എന്തൊക്കെ മേടിച്ച് രാത്രി കഴിക്കാനുള്ള പാർസൽ മേടിച്ചു കൊടുത്താണ് വീട്ടിൽ കൊണ്ടാക്കുന്നത്. ഈ സതീഷ് 24 മണിക്കൂറിന് മുമ്പ് വിട്ടു. അയാൾ പോയി. അയാൾ മെസ്സേജ് അയച്ചു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഫോണിൽ അയാളുടെ 2 മിനിറ്റിന്റെ വോയിസ് നോട്ട് ഉണ്ട്. സെയിം സോറി മാഡം, പറ്റില്ല, ഈ ടോർച്ചർ സഹിക്കാൻ പറ്റില്ല എന്ന് അയാളുടെ വീട്ടുകാരെ വിളിച്ചു. അങ്ങനെ ഈ സതീഷ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോൾ മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ നമ്മളൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ബെഡ്റൂം ഹോം നഴ്സ് ബാത്റൂമിൽ കൊണ്ടുവന്നതുകൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിൽ നടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാകത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പന്റെ ഹെൽത്തിന്റെ പേര് പറഞ്ഞാൽ നമ്മൾ അമ്മയും തമ്മിൽ തെറ്റുന്നില്ല. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ there is no common ground because she is not affecting anything in our life. Because we were concerned about my grandfather's health. We were always having fights with her. അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഒരു ഹോം നഴ്സ് രാവിലെ, എന്താ പേര്, സഞ്ജു, വൺ ഓഫ് ദ ഹോം നഴ്സ്, അഭിനവ്, അപ്പൂപ്പൻ രാവിലെ ഈ ഹോം നഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മയും ഞാനുമായിട്ട് അടിയായിട്ട് അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എനിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. So are we not supposed to question her? We called her and be like, what are you doing? നിങ്ങൾക്ക് അവരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാൻ ഒരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി വന്നു. അതിന് അപ്പനൊന്നും ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മയുടെ നല്ല ഒരു മനുഷ്യന്റെ ഭാഗം പോലും വന്നുകൂടാത്ത തരത്തിലുള്ള എനിക്ക് ഒരിക്കലും ഇതിന്റെ ഒക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മളുണ്ട്. പക്ഷേ ഇതെങ്ങനെ നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫ് ഒക്കെ എന്തെങ്കിലും മാത്രമല്ല, എന്നെ അടുത്തായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാണെങ്കിൽ എവരിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻഡ് ടോൾഡ്. അൺഫോർഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് it was a voice note. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചത്. നമ്മൾ വീണ്ടും കേട്ടു. Did she really say that or are we imagining it? Like how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം വി സപ്പോസ് ടു അവരുടെ എന്താണ് വൈഫ് ഇതൊക്കെ അമ്മയുടെ പേജ് ചെയ്ത് അമ്മയാണ് ഇവിടുന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വി ഓൾ കട്ട് റിലേഷൻ വിത്ത്. കാരണം ഇവ ലൈക്ക് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുകൾ നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യണം? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിക്കുന്നത് നമ്മുടെ വെൽ വിഷസ് ആണ്. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമന്റ് ചെയ്യണം. ആരാണ് ആ വീഡിയോ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരും. ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് വെരി കേൾക്കുന്നത് ഞെട്ടിപ്പോവും. ഭയങ്കര എന്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം നമ്മളെ കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷൻ ആണോ പുള്ളിക്കാരൻ. എനിക്ക് കേൾപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്കത് ഓൺലൈനിലിട്ടൊന്നും എനിക്കതിനെ നാളെ മറ്റേ വാർത്തയിൽ വരുന്ന രീതിയിൽ എനിക്ക് ഇടാനൊന്നും ഒരു താല്പര്യമില്ല. സോ അന്ന് ആണ് ഈ കംപ്ലീറ്റ്ലി കട്ട് റിലേഷൻ വിത്ത് ഓൾ ഓഫ് അസ്. മൈ മോം, സിസ്റ്റർ, ചിന്നമ്മ, ദീനങ്കർ, ഇവ ലൈക്ക് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള നമ്മൾ ഇവരുടെ എത്രയോ പ്രശ്നങ്ങൾ പോട്ടെ എന്ന് വെച്ചിരുന്നു. പക്ഷേ ദിസ് ഇസ് ബിയോണ്ട് എവറിത്തിങ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വി കട്ട് റിലേഷൻഷിപ്പ് വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ ദാറ്റ് ഡേ 31st October. അപ്പോൾ അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അമ്മൂമ്മേനെ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല. അല്ലാതെ അപ്പൂപ്പ മരിച്ച ഉടനെ അമ്മൂമ്മേനെ നിന്ന് തിരിഞ്ഞു നോക്കി നടന്നു പോയ ആൾക്കാർ നോ. ആൻഡ് ഇതിൽ ഫൺ ഫാക്ട് ഈ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്ക് അമ്മയായിട്ട് ബന്ധം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ് മൈ ഗോഡ് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ എന്താ പറയുന്ന രീതിയിൽ. സോ ഇവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മയെ കൊണ്ട് പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നും ഇല്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹസ് ഡൺ. എനിക്ക് അത്ര കൺസേൺ അമ്മയായിട്ടുണ്ടെങ്കിൽ വൈ കുഡന്റ് ഷീ ടെൽ അമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് forgive ചെയ്ത് വിടാം. പക്ഷേ നോട്ട് എവറിത്തിങ്. യുവർ ഏജ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തനിക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി ഒന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ പോട്ടെ എന്തെങ്കിലും അവിടെ വി കുഡ് ഹാവ് കെപ്റ്റ് ബേസിക് കോൺടാക്ട് വിത്ത്. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ലോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുക? ശരി, ഓക്കെ, ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരാൾ, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ ഇപ്പം തനിക്ക് ശരി ഷീ ഈസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റന്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children and all that. I really appreciate that. ഞാൻ എപ്പോഴും പറയുന്നു ഷീ വെരി സ്മാർട്ട്. അവിടെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യും. പക്ഷേ തൻവി ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആ റിലേറ്റീവ്. പിന്നെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺടെന്റ് ചെയ്തുകൊണ്ടായിരിക്കാം തനിക്ക് തൻവിയുടേതായിട്ടുള്ള ഓഡിയൻസ് ബിൽഡ് ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോൺടെന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തൻവിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് നമ്മളാണ്. തൻവിയുടെ ചാനലിന്റെ മറ്റേ എന്താ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ റെഡി. തനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ചെയ്ത് കൊടുത്തത് അശ്വിനാണ്. OC അശ്വിനും കൂടിയാണ്. ഇതിൽ അഹാന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തന്റെ അമ്മൂമ്മ ഒരു പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആണെന്നും വളരെ വളരെ പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയാണെന്നും അവിടെ വരുന്ന എല്ലാ ജോലിക്കാരുമായിട്ടും ഹോം നഴ്സസുമായിട്ടും പ്രശ്നങ്ങളായി 25ഓളം പേര് അവിടെ വന്നിട്ടുണ്ടെന്നും ഇതെല്ലാം തന്നെയും അവെയർ ആയിരുന്നു എന്നും ഇത് മാത്രമല്ല അഹാനെ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു സ്ത്രീയും പറയാത്ത രീതിയിൽ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തു ഒരു അമ്മൂമ്മയായിട്ട് പോലും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അഹാന ഇവരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബം ഇവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി കട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ അഹാന പറയുന്നുണ്ട് തൻവി ഇതിനെക്കുറിച്ച് എല്ലാം അവെയർ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും തൻവിക്ക് അറിയാമായിരുന്നു, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ നടന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും തൻവി മെസ്സേജിൽ അല്ലെങ്കിൽ ആ ഇട്ട വീഡിയോസിൽ ഒന്നും തന്നെ മെൻഷൻ ചെയ്യാതെ അഹാനെയും ഫാമിലിനെയും യൂട്യൂബിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നെഗറ്റീവ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതാണ്. മാത്രമല്ല ഈ തൻവിയുടെ ഇപ്പോഴത്തെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മോണിറ്റൈസേഷൻ ഉൾപ്പെടെ ഇവരെല്ലാം ചെയ്ത് കൊടുത്തിട്ടും തൻവി അതിലേക്ക് അവരെ ഇട്ട് കൊടുത്തു എന്നുള്ള രീതിയിലാണ് അഹാന പറയുന്നത്. അതേപോലെ അഹാന വേറൊരു കാര്യം പറയുന്നുണ്ട്, തൻവി അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറുള്ള കുട്ടിയല്ല എന്നുള്ള രീതിയിൽ തൻവിയുടെ അമ്മയും ഹസ്ബൻഡിനെയും ഇപ്പൊ അഹാനെയും ഫാമിലിനെയും ആരെയൊക്കെ അവസരം കിട്ടുന്നതിനനുസരിച്ച് തൻവി ഇട്ട് കൊടുക്കാറുണ്ട്, അവരെ കുറ്റം പറയാറുണ്ടെന്നുള്ള രീതിയിൽ അഹാന പറയുന്നുണ്ട്. ഒരു കാലത്ത് അമ്മയെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അമ്മ ഒരു ബെസ്റ്റ് പേഴ്സൺ ആണ്, അതായത് തൻവിയുടെ അമ്മ സിന്ധുകൃഷ്ണയുടെ അനിയത്തി ഏറ്റവും നല്ലൊരാളാണ്, തൻവിയാണ് എല്ലാത്തിന്റെയും കാരണക്കാരി എന്നുള്ള രീതിയിൽ അവർ ഡിവോഴ്സ് ആവാനും പുതിയ കല്യാണം കഴിച്ചു പോകാനും അല്ലെങ്കിൽ അവർ ഈ തൻവിയെ നോക്കാത്തതിന്റെയും ഒക്കെ കാരണം ഈ തൻവിയാണ് എന്നുള്ള രീതിയിൽ അഹാന പറയാതെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹസ്ബൻഡുമായിട്ടുള്ള പൊരുത്തക്കേടുകളെ കുറിച്ചൊക്കെ ഓൾറെഡി തൻവി ഈ റീസെന്റ് ആണ് പിന്നെയും പാച്ചപ്പ് ആയിട്ട് ഹസ്ബൻഡുമായിട്ട് ജോയിൻ ചെയ്ത് പോയത്. അപ്പം അതിന്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഹസ്ബൻഡിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട്. അഹാനകൃഷ്ണയുടെ എക്സ്പ്ലനേഷനിൽ ഒരു അഹാനയുടെയും അല്ലെങ്കിൽ കുടുംബത്തിന്റെയും ഭാഗത്ത് വളരെയധികം സത്യമുള്ളതുപോലത്തെ രീതിയിലാണ് അഹാനകൃഷ്ണയുടെ എക്സ്പ്ലനേഷൻ ആ ഒരു ഇത്. അതുകൊണ്ട് തന്നെ തൻവി പിന്നെ യൂട്യൂബിന്റെ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തു, പിന്നെ ഓൺ ചെയ്തപ്പോഴെല്ലാം തൻവിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് കമന്റുകൾ വരികയും അഹാനകൃഷ്ണയുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, കാരണം അഹാന ഒരു പ്രൂഫും കാണിച്ചിട്ടില്ലെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തൻവി പറഞ്ഞതുപോലെ ഒരു ന്യൂട്രൽ ആയിട്ടൊന്നുമല്ല, വളരെ ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് വളരെ വ്യക്തമായിട്ട് എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു ദിവസം ഫുള്ള് അഹാനയുടെയും ഫാമിലിയുടെയും അഗെയിൻസ്റ്റ് ആയിട്ട് തൻവിയുടെ യൂട്യൂബിന്റെ താഴെ കമന്റ് ചെയ്ത എല്ലാ ആൾക്കാരും തന്നെ അഹാനയുടെ ഫുൾ യൂട്യൂബിന്റെ അടിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ് ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല തൻവി കമന്റ് സെക്ഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ നെഗറ്റിവിറ്റി പറയാൻ വേണ്ടി അല്ലെങ്കിൽ നെഗറ്റീവ് തൻവിയെ ചീത്ത പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ തൻവിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തൻവിയായിട്ട് ഒരുക്കി വെച്ചൊരു കെണിയാണ്, ഒന്നുകിൽ ഇതൊന്നും പറയാതെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും അവതരിപ്പിക്കാതെ തന്നെ വേറെ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് തൻവിക്ക് തൻവിയുടെ വീഡിയോ ചെയ്യാമായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് എടുത്ത് പറയാമായിരുന്നു. ഇത് രണ്ടും ചെയ്യാതെ മറ്റുള്ള അവരെ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തൻവിക്ക് അഹാനകൃഷ്ണൻ അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നപ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇതിന്റെ പേരിൽ ഇപ്പോൾ തൻവിയും കുറച്ച് കാര്യങ്ങളൊക്കെ അഹാന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനി എന്തെങ്കിലും എക്സ്പ്ലനേഷനായിട്ട് തൻവി ഇനി ഫ്യൂച്ചറിൽ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അഹാന പറഞ്ഞു അഹാനയുടെ ലാസ്റ്റ് വീഡിയോ ആണ്, അഹാന ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല, ഇതോടെ തന്നെ ഡിലീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ കണ്ടാൽ അറിയാം കുറേ കാര്യങ്ങൾ ഒരു 15 മിനിറ്റ്സോളം അഹാന സംസാരിക്കുന്നുണ്ട്. അതിനകത്തെല്ലാം വളരെ വിസിബിളായിട്ട് അഹാന കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ ഇത് വെച്ചിട്ട് തൻവി മനഃപൂർവ്വം അഹാനെ ഫാമിലിനെ ഇട്ട് കൊടുത്ത പോലെയാണ് റീച്ചിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഒക്കെ വളരെ നല്ല രീതിക്ക് പൊക്കൊണ്ടിരുന്ന വീഡിയോ ഒക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പൊക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്താണ് തൻവിക്ക് ഇങ്ങനെ വരാനുള്ള റീസൺ ഒന്നും അറിയത്തില്ല. ഇതിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആയിട്ട് തൻവി വരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തൻവി പോസിറ്റീവ് ആകാൻ വേണ്ടി വീഡിയോ ഇട്ടത് ഫുള്ള് നെഗറ്റീവായിട്ടും അഹാനകൃഷ്ണയുടെ ഫാമിലിക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വീഡിയോയിൽ തൻവി ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച്. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലനേഷനുമായിട്ട് തൻവി വരുമോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കാം.